നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. പരമ്പരാഗത കർഷകരെ നിരവധി തവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൃഷി ദർശൻ. കൂട്ടുകൃഷി സമ്പ്രദായത്തിലൂടെ പുതിയൊരു കാർഷിക സമൃദ്ധിക്ക് തുടക്കം കുറിച്ച കൊല്ലം ജില്ലയിലെ ഒരു പറ്റം വിദ്യാർത്ഥികളെയും യുവ കർഷകനായ ജോജിയെയുമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. കേരളീയന്റെ ജീവിതത്തിൽ കൃഷി ഭക്ഷണമായി മാത്രമല്ല, സംസ്കാരമായും ജീവിത രീതിയുമായും ഇടകലർന്നു കിടക്കുന്നു. കൃഷി ഉൽപാദനത്തിൽ നിന്നും ഉപഭോക്താവായി മാത്രം മലയാളിയുടെ ജീവിതം ചുരുങ്ങിയപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ കൃഷി ഉൽപ്പന്നങ്ങൾക്കൊപ്പം രോഗങ്ങളും ഇവിടുത്തെ നിത്യസന്ദർശകരായി തുടങ്ങി. വിഷാംശമില്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മലയാളി വീണ്ടും പഴയ ജൈവ കൃഷിരീതികളെ മുറുകെ പിടിച്ച് കൃഷി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളിൽ ഒറ്റയ്ക്കുള്ള വിത്തിറക്കലും വിളവെടുപ്പും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയപ്പോൾ പഴയ കൂട്ടുകൃഷി സമ്പ്രദായം കേരളത്തിൽ അങ്ങോളമിങ്ങോളം പരീക്ഷിക്കാൻ ആരംഭിച്ചു. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഗ്രാമങ്ങളിലെ കാർഷിക സമിതികളും കൃഷിഭവനും. ഇത്തരം ശ്രമങ്ങളുടെ വിജയം സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ പുതുതലമുറയെ കൂടി കൃഷിയിലേക്ക് അടുപ്പിക്കണമെന്ന ചിന്ത ഫലപ്രാപ്തിയിൽ എത്തിച്ച് കൃഷിയിലൂടെ നൂറുമേനി വിളയിക്കുകയാണ് കൊല്ലം ജില്ലയിലെ കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചുള്ള കൂട്ടായ കൃഷിരീതിയിലൂടെ പുതിയൊരു കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണിവർ. കുട്ടികൾക്ക് മണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അന്യമായിരിക്കുകയാണ്. എല്ലാ ദിവസവും 60 പേര് നിറഞ്ഞ 60 പേരുള്ള ഒരു ക്ലാസ്സിൽ ഏതാണ്ട് 50 കുട്ടികൾ ആണ് ആവറേജ് ശരാശരി അറ്റൻഡൻസ്. ഞാൻ വളരെ നിർബന്ധിച്ച് പറഞ്ഞിട്ടും കുട്ടികൾക്ക് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ആരോഗ്യപരമായ കാരണങ്ങളാണ്. കുട്ടികളും പറയുന്നു, രക്ഷകർത്താക്കൾ പറയുന്നത് തന്നെയാണ്. അതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കാർഷിക മേഖലയെ നമ്മൾ അവഗണിക്കുന്നു, അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ നമ്മുടെ NSS യൂണിറ്റിനെ ബന്ധപ്പെടുത്തി ചെയ്യാൻ കഴിയുന്നത്. സ്കൂൾ പച്ചക്കറിത്തോട്ടം കൃഷി വകുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്കൂൾ പച്ചക്കറിത്തോട്ടം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് നെൽകൃഷിയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം അരിയാണ്. അതിൻ്റെ ഉൽപ്പാദനം അതാണ് നമുക്കിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഈ പാട്ടുപുരയ്ക്കൽ ഏല വികസന സമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി ഞങ്ങൾ ആലോചിക്കുകയും കുട്ടികളെ അവരുടെ സഹായത്തോടെ ഞങ്ങൾ പാട്ടുപുരയ്ക്കൽ ഈ ഏലയിൽ കൊണ്ടുവരികയും ഏതാണ്ട് 4 പറക്കണ്ടം എന്നാണ് പറഞ്ഞത് ഈ വർഷം തുടക്കമെന്നോണം ഞങ്ങൾ ചെയ്യുകയാണ്. തളവൂർ കോണം പാടശേഖര സമിതിയുടെ കീഴിലുള്ള ഈ കൃഷിയിടത്തിൽ 26,000 ഹെക്ടറിൽ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഉമ നെൽവിത്തുകളാണ് വിതച്ചിരിക്കുന്നത്. പൂർണ്ണമായും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിഭവന്റെയും സഹായത്തോടെ പ്രധാന കർഷകരുടെ ഉപദേശമനുസരിച്ചാണ് വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്ത്തുവരെ നടത്താറുള്ളത്. ഞങ്ങൾ ആദ്യ വർഷം 5 ഏക്കർ തരിശു നിലമെടുത്ത് നെൽകൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ 2.5 ഏക്കർ പച്ചക്കറിയും കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 2.5 ഏക്കർ നെൽകൃഷിയും തുടർന്നും ഞങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ തരിശ് രഹിത ഏലയാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. പഠനത്തിനിടയ്ക്കുള്ള ഒഴിവുവേളകളിൽ കൃഷിയെയും കാർഷിക സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കാനും കൂടുതൽ മാനസികോന്മേഷത്തോടെ പഠനത്തെ സമീപിക്കാനും ഇത്തരം കാർഷിക സംരംഭങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നത്. ഞങ്ങൾ ഈ കൃഷിയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം കൊണ്ട് ഞങ്ങൾ
ഈ ഭാവിയിൽ ഇനി ഞങ്ങൾക്ക് എത്രയും ഇനി കൃഷി ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ ഞങ്ങളത് തീർച്ചയായും ഉപയോഗിക്കും. ഇനി ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് എങ്ങനെ നമ്മുടെ പഴയ ജീവിതത്തിലേക്കും പഴയ കൃഷി രീതികളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, അതിന് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തും. ഇനി ഒരു മലയാളി എന്ന നിലയിൽ എന്തെങ്കിലും കഴിയാവുന്ന കൃഷി ചെയ്ത് തന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്ത് ജീവിക്കുമെന്ന് ഞങ്ങളെല്ലാവരും ഈ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് ജീവിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. വിഷാംശമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിലെ യുവ കർഷകർക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. നമ്മൾ ഒരുമിച്ച് കൃഷിയിലേക്ക്. കൃഷിയും കാർഷിക സംസ്കാരവും കർഷകരിൽ നിന്ന് പോലും അകന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ മലയോര മേഖലയിലെ കൃഷി പരീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തനാവുകയാണ് ജോജി പി ഡാനിയേൽ. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റലേരി പഞ്ചായത്തിൽ കറ്റാങ്കവലയിൽ സമ്മിശ്ര കൃഷിരീതികളിലൂടെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുകയാണ് യുവ കർഷകനായ ജോജി. ഈ കർഷകന്റെ 9.5 ഏക്കർ കൃഷിഭൂമിയിൽ തെങ്ങ്, കമുക്, റബ്ബർ, ജാതി, കൊക്കോ, വാഴ, മാവ്, കശുമാങ്ങ, പച്ചക്കറികൾ, കപ്പ, ചേന, കാച്ചിൽ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂത്തു തളർത്ത് കിടക്കുന്നു. കൃഷിമേഖലയിലെ പാരമ്പര്യ രീതികളെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രമേഖലയിലെ പുത്തൻ കൃഷി പരീക്ഷണങ്ങളെയും ജോജി ഒരുപോലെ തന്റെ വിളഭൂമിയിൽ പരീക്ഷിച്ചു വരുന്നു. വീട്ടിലെ അപ്പച്ചന് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീടിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് കൃഷിയിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ആ സമയങ്ങളിൽ കൃഷി പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കുറേ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലാണ് തെങ്ങിന് കൂമ്പിയേൽ ധാരാളമായിട്ട് വ്യാപിച്ചത്. പക്ഷേ അതെങ്ങനെ പ്രതിരോധിക്കണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് CPCRI ആയിട്ടുള്ള ബന്ധം. അങ്ങനെ CPCRIയിൽ പോവുകയും അവരോട് സംസാരിച്ച് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ മനസ്സിലായി, നമ്മൾ ഒരാൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് കൂടുതൽ ആൾക്കാരെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഈ തെങ്ങിൻ്റെ കൂമ്പിയലിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ തേങ്ങയ്ക്ക് വില കുറഞ്ഞ ഒരു കാലഘട്ടം. തേങ്ങയ്ക്ക് വില കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തയായി എടുത്തത്. അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇടവിള സമ്പ്രദായത്തിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ തെങ്ങിന് ഇടവിളയായിട്ട് എന്ത് ഏറ്റെടുക്കും എന്ന് ചിന്തിച്ച് ഇരുന്ന കാലത്തേക്കാണ് ഈ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന കൂലിച്ചെലവ് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏറ്റവും നല്ല വിള എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ചിന്തിച്ചപ്പോൾ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റ് വരുന്ന ജാതി എന്ന് പറഞ്ഞ നന്മക് ഇടവിള കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തെങ്ങ് കൃഷിയായിരുന്നു ആദ്യം പരീക്ഷിച്ച കൃഷി. എന്നാൽ മലയോര മേഖലയിൽ കണ്ടുവരുന്ന കൂമ്പുചീയൽ, മഞ്ഞളിപ്പ് തുടങ്ങിയ രോഗങ്ങൾ തെങ്ങ് കൃഷിയെ ദോഷമായി ബാധിച്ചപ്പോൾ CPCRIയുടെ സഹായത്തോടെ തെങ്ങുകൾക്ക് മരുന്നുകൾ അടിച്ചു. സ്വന്തം വിളഭൂമിയിലെ രോഗങ്ങൾക്ക് മരുന്ന് നൽകിയാലും പൂർണ്ണമായും ഈ കീടബാധയെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജോജി വെസ്റ്റലേരി പഞ്ചായത്തിൽ ഒരു നാളികേര ക്ലസ്റ്റർ രൂപവൽക്കരിക്കുകയും എല്ലാ കർഷകരെയും ബോധവൽക്കരിക്കുകയും ചെയ്തു. 2004-2005 ആകുമ്പോഴേക്കും ഈ മലയോര മേഖലയിൽ വ്യാപകമായിട്ടുള്ള തെങ്ങിനുള്ള രോഗം, ഒന്ന് മഞ്ഞളിപ്പ്, പിന്നെ കൂമ്പുചീയൽ, ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുരയിടത്തിലും
അതുപോലെ തന്നെ മറ്റു കർഷകരുടെ തോട്ടങ്ങളിലും ഇതിന് വേണ്ടുന്ന സാങ്കേതിക അറിവുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃഷിഭവനുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ നിർദ്ദേശാനുസരണം മറ്റു മേഖലകളിലേക്ക് അതായത് ഇപ്പം പിന്നെ നാളികേര വികസന ബോർഡ്, CPCRI എന്നിങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ പോയി അതിൻ്റെ സാങ്കേതിക വിജ്ഞാനം നേടി അത് മറ്റു കർഷകർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പരിശീലനങ്ങളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, പിന്നെ ഈ ഫാമേഴ്സിനെ എല്ലാം മറ്റു ഗവേഷണ കേന്ദ്രങ്ങളിലും മറ്റു പരിശീലന കേന്ദ്രങ്ങളിലും എത്തിച്ച് അവർക്കുള്ള പരിശീലനങ്ങൾ നൽകുക എന്നിങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ ജോജി ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ വാട്ടർഷെഡ് പദ്ധതി പല ഏജൻസികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വാട്ടർഷെഡ് പദ്ധതി നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഫാമേഴ്സ് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ജോജിയും പ്രതിനിധാനം ചെയ്യുന്ന സൗഹൃദ ഫാമേഴ്സ് ക്ലബ്ബ് കാറ്റാങ്കവല അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് തന്നെ നമ്മുടെ നബാർഡിൻ്റെ നല്ലൊരു അംഗീകാരം, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാം ക്ലബ്ബായിട്ട് ഈ സൗഹൃദ ഫാമേഴ്സ് ക്ലബ്ബിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തെങ്ങ് കൃഷിക്കും റബ്ബർ കൃഷിക്കും ഇടവേളയായി വാഴ, കൊക്കോ, കമുക്, ജാതി കൃഷിരീതികൾ ജോജി പരീക്ഷിച്ചു വരുന്നു. പ്രതിരോധശേഷി കൂടുതലുള്ള നാടൻ ജാതിയും ഉൽപാദനക്ഷമത കൂടുതലുള്ള ഹൈബ്രിഡ് ജാതി തൈകളും ചേർത്ത് ബഡ് ചെയ്താണ് ജോജി ജാതി കൃഷിയിൽ അത്ഭുത നേട്ടം കൊയ്തു വരുന്നത്. ഇങ്ങനെ ബഡ് ചെയ്ത് വികസിപ്പിച്ച തൈകൾ ധാരാളം ഫലങ്ങൾ നൽകുകയും കൂടുതൽ കാലം രോഗങ്ങളെ അതിജീവിച്ച് വളരുകയും ചെയ്യുന്നു. ഈ ജാതി തൈക്കായി ആവശ്യക്കാരും ഏറെയാണ്. നമ്മുടെ കൃഷിയിടത്തിൽ ജാതി വെച്ചപ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മുടേതായ ഒരു ഇന്നോവേഷൻ എന്നുള്ള നിലയിൽ ജാതി ബഡ്ഡിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അത് വളരെ വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടൻ ജാതിയിൽ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ബഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് പല ഗുണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ വളർച്ചയിൽ നല്ലൊരു വളർച്ച ലഭിക്കുകയുണ്ടായി. അത് മാത്രമല്ല, നാടൻ ജാതിയിൽ ബഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 10 ജാതി എടുത്താൽ ഒരു 5 ജാതിയും ആൺജാതിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടിയിലത്തെ 2 തട്ടുകൾ നമുക്ക് പരാഗണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കാർഷിക മേഖലയിൽ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മളെ ഒരു ഇന്നോവേറ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം കായ്ഫലമുള്ള വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. നേന്ത്രവാഴയും ഞാലിപ്പൂവനുമാണ് കൂടുതലായി കൃഷി ചെയ്തിരിക്കുന്നത്. മണ്ണ് മാറ്റി തടം പിടിച്ച കുഴികളിൽ ഓരോ തൈകൾ വീതമാണ് നടുന്നത്. മറ്റു കന്നുകളെ ചവിട്ടി ഒടിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. ധാരാളം ജലം ആവശ്യമുള്ള റബ്ബർ കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിലെ ജലത്തിന്റെ അംശം നഷ്ടപ്പെടാതിരിക്കാനുള്ള പുതുപരീക്ഷണങ്ങളും ജോജി പിന്തുടരുന്നുണ്ട്. തെങ്ങിന്റെ ചുവട്ടിൽ ചകിരിയോടുകൂടിയ തൊണ്ട് വെട്ടിയിട്ട് മലയോര മേഖലയിൽ മണ്ണിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. റബ്ബർ കൃഷി തോട്ടത്തിൽ തന്നെ ഇടവേളയായി തേനീച്ച കൃഷിയും ഈ കർഷകൻ ചെയ്യുന്നുണ്ട്. കൃഷിക്ക് പണിക്കാരെ ലഭിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ പുത്തൻ കൃഷി പരീക്ഷണങ്ങളിലൂടെ ആ പ്രശ്നവും ജോജി അതിജീവിച്ചു വരുന്നു. അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തെങ്ങുകളും കമുകുകളും വളരെ കാലം ഫലം തരുന്നതും രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുമാണ്. CPCRIയിൽ നിന്ന് ലഭിച്ച കമുകിൻ തൈകൾ ഒരടി ഉയരത്തിൽ വളർന്ന് ഫലം നൽകുന്നവയാണ്. ഇത് ഒരു പുതിയനം കമുകാണ്. CPCRI വിട്ടിലയിൽ നിന്നാണ് ഇത് ലഭിച്ചത്. ഒരു ആൾക്ക് 2 കമുക് തൈ വരെ ലഭിക്കാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട കമുക് തൈയാണ്. ഏകദേശം മണ്ണിൽ നിന്നും 1 അടി ഹൈറ്റിൽ തന്നെ ഇത് കായ്ക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഇന്ന് പണിക്കാരെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇതിന് ലേബർ കോസ്റ്റ് ഒന്നും വരുന്നില്ല. കാരണം ഇത് ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ മഹാളിയൊക്കെ എന്നുള്ള രോഗങ്ങൾ ധാരാളം വരുന്നതുകൊണ്ട് ഇത് മരുന്നടിക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു പണിക്കാരുടെ ആശ്രയമില്ലാതെ തന്നെ
സ്വന്തമായി തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ഇനം കമുകാണ്. പൂർണ്ണമായും ജൈവ കൃഷി രീതിയിൽ തന്നെ ഇവിടെ പാവലും പയറും കൃഷി ചെയ്തു വരുന്നു. 4 മുതൽ 5 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന പാവലിനും പയറിനും ആവശ്യക്കാരേറെയാണ്. ഇവയുടെ വിൽപ്പനയ്ക്കായി വിപണികളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. വിളവെടുക്കുമ്പോൾ അവിടെ വച്ച് തന്നെ വിറ്റുപോവുകയാണ് പതിവ്. ഈച്ചകളുടെ ശല്യം അകറ്റാനായി ഫിറമോൺ കെണികൾ ഒരുക്കിയിട്ടുണ്ടിവിടെ. വേനൽക്കാലത്ത് നേന്ത്രവാഴയ്ക്കും പച്ചക്കറി കൃഷിക്കും പ്രാധാന്യം നൽകുമ്പോൾ മഴക്കാലങ്ങളിൽ കപ്പ, ചേന, കാച്ചിൽ കൃഷി ചെയ്യുന്നു. പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ പശുക്കളെയും കോഴികളെയും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. പശുക്കൾക്കായി പുൽകൃഷിയും ചെയ്യുന്നുണ്ട്. പശുക്കളുടെ ചാണകം ഉണക്കിപ്പൊടിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു. കാർഷികാവശ്യങ്ങൾക്കായുള്ള ജലത്തിന്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി മഴവെള്ള സംഭരണികൾ കൃത്യമായി ജോജി ഉപയോഗിച്ചു വരുന്നു. മഴക്കുഴികളിൽ വെള്ളം തടഞ്ഞു നിർത്തി മലയോര മേഖലകളിലെ ജലത്തിന്റെ അഭാവം ഈ കർഷകൻ കൃത്യമായി പരിഹരിച്ചു വരുന്നു. ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനായുള്ള കൃഷിവകുപ്പിന്റെ നീർത്തട വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ കർഷകനാണ്. കർഷകർക്കായി സൗഹൃദ ഫാർമേഴ്സ് ക്ലബ് രൂപീകരിച്ച് തന്റെ കൃഷി അറിവുകളും പുതുപരീക്ഷണങ്ങളും മറ്റു കർഷകർക്കും പകർന്നു നൽകി വരുന്നു. അതുകൂടാതെ CPCRIയിലെ പ്ലാനിംഗ് ബോർഡ് മെമ്പറും കൂടിയാണ് ഈ കർഷകൻ. കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന കാർഷിക സെമിനാറുകളിലും പഠന ക്ലാസുകളിലും സ്ഥിരം സാന്നിധ്യമാണ് ജോജി. തന്റെ കൃഷി അറിവുകളും പ്രവർത്തന രീതികളും പ്രബന്ധങ്ങളായി പല സെമിനാറുകളിലും ജോജി അവതരിപ്പിച്ചിട്ടുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃഷി വിജ്ഞാൻ യാത്രയ്ക്ക് ഹൈദരാബാദ് മുതൽ ഡൽഹി വരെ ഇദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിരുന്നു. നമ്മളുടെ ഈ കൃഷിയിടത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രചോദനം കിട്ടത്തക്ക ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തെ അവലംബിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള മേഖലകൾ മറ്റുള്ള കർഷകരിലോട്ട് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റേ പല പ്രൊജക്റ്റുകൾ എൻ്റെ നേതൃത്വത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന വഴികളിലൊക്കെ ധാരാളം വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് ധാരാളം സഹായങ്ങളും കിട്ടിയേക്കുന്നത് CPCRI എന്നാണ്. CPCRIയിലെ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള നിലയിൽ വരെയും അവിടെ എനിക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ റിസർച്ച് പ്രോജക്റ്റുകളും പല റിസർച്ച് പ്രോജക്റ്റുകളും നമ്മുടെ ഈ പ്രദേശത്തും എൻ്റെ ഭൂപ്രദേശത്തും അവർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. നാഷണൽ ഇന്നോവേഷൻ പ്രൊജക്റ്റ് പോലെയുള്ള വലിയ പ്രൊജക്റ്റുകൾ വരെയും ഇവിടെ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. മികച്ച മലയോര കർഷകനുള്ള അവാർഡ്, കേരള ഗവൺമെന്റിന്റെ കർഷക മിത്ര അവാർഡ് തുടങ്ങിയ അവാർഡുകളും ജോജിയെ തേടി എത്തിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കൃഷി കൊണ്ട് തന്നെ മാന്യമായ ഒരു വരുമാനം കണ്ടെത്താനും സാധിക്കും. അതിന് ഒരു പരമ്പരാഗത കൃഷിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ യന്ത്രവൽക്കരണ രീതികൾ കാർഷിക മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കൃഷി രീതിയെ മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള കുള്ളൻ തൈകളിൽ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും സാഹചര്യത്തിനും നമ്മുടെ ജീവിത നിലവാരത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള വിളകൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃഷിയെ മാന്യവൽക്കരിക്കാം. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. പാരമ്പര്യ കൃഷിരീതികളെ അവഗണിക്കാതെ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ പുത്തൻ കൃഷി സമ്പ്രദായങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് കൃഷിയിലൂടെ അത്ഭുതങ്ങൾ കൊയ്യാൻ ഈ കർഷകന് കഴിയുന്നതിന്റെ പ്രധാന കാരണം. ഈ യുവ കർഷകന്റെ കൃഷി അറിവുകളും പ്രവർത്തനങ്ങളും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया,
क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സങ്കര ഇനം പച്ചക്കറി കൃഷി 25 ലക്ഷം രൂപയുടെ പദ്ധതി. ജൈവ വാണിജ്യമേള നവംബർ 5-ന്. പച്ചക്കറി കൃഷിയിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി 25 ലക്ഷം രൂപയുടെ വികസന പദ്ധതി കൃഷിവകുപ്പ് നടപ്പാക്കുന്നു. വിളപ്പൊലിമയുള്ള സങ്കര ഇനം വിത്തുകളുടെ ലഭ്യതക്കുറവും ഉയർന്ന വിലയുമാണ് സങ്കര കൃഷിയിൽ നിന്ന് കർഷകരെ പിന്നാക്കം നിർത്തുന്നത്. 0.10 ഹെക്ടർ വീതം വിസ്തൃതിയുള്ള 225 പ്ലോട്ടുകൾ ഇതനുസരിച്ച് സംസ്ഥാനത്ത് കൃഷിയോഗ്യമാക്കും. പയർ, വഴുതന, മുളക്, തക്കാളി, സാലഡ്, വെള്ളരി, പാവയ്ക്ക, കുമ്പളങ്ങ, മത്തൻ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നീ പച്ചക്കറികളുടെ സങ്കര വിത്തുകളാണ് ഇപ്രകാരം കർഷകർക്ക് ലഭ്യമാക്കുക. പന്തലിൽ വളർത്തേണ്ട പച്ചക്കറികൾക്ക് പ്ലോട്ടിന് 12,500 രൂപയും പന്തലില്ലാതെ വളർത്തുന്ന പച്ചക്കറികൾക്ക് 10,000 രൂപയും ധനസഹായം നൽകും. കൃഷിയിടമൊരുക്കൽ, വളപ്രയോഗം, സസ്യസംരക്ഷണം തുടങ്ങി കൃഷിയുടെ എല്ലാ ഘട്ടത്തിലും കൃഷി വകുപ്പിന്റെ മേൽനോട്ടം ഉണ്ടാകും. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കൃഷി ഇൻഷുർ ചെയ്യാനും നടപടി സ്വീകരിക്കും. കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിൽ നിന്നും ജൈവാമൃതം അഥവാ ഉണക്കിപ്പൊടിച്ച ചാണകം 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 5 കിലോഗ്രാം പാക്കറ്റുകളിൽ ലഭ്യമാണ്. കൂടാതെ പച്ചച്ചാണകം, ആട്ടിൻ കാഷ്ടം എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറാണെന്ന് സൂപ്രണ്ട് അറിയിക്കുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0475222485. കൃഷി വകുപ്പ് ബയോഫാക് ഇന്ത്യയുമായി സഹകരിച്ച് നവംബർ 5 മുതൽ 7 വരെ എറണാകുളം അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ജൈവ വാണിജ്യമേളയും കോൺഫറൻസും നടത്തുന്നു. ജൈവ കാർഷികോൽപ്പന്ന ഉൽപാദന വിപണന രംഗത്തെ പ്രമുഖ ഏജൻസികൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ മേളയിൽ പങ്കെടുക്കും. ജൈവോൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിപണന സാധ്യതകളും ഇതോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. ജൈവ കാർഷികോൽപ്പന്നങ്ങൾക്ക് പുറമെ ജൈവ തേൻ, ജൈവ തൈലങ്ങൾ, ബയർ സെല്ലർ മീറ്റ് എന്നിവയും പരിപാടിയിൽ ഉണ്ട്. കിളിമാനൂർ മൃഗാശുപത്രി കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 50% സബ്സിഡി നിരക്കിൽ 10 കോഴിക്കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്യുന്നു. നവംബർ 10-നാണ് കോഴിക്കുഞ്ഞ് വിതരണം. നവംബർ 8-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് ഗുണഭോക്താക്കൾ 450 രൂപ മൃഗാശുപത്രിയിൽ അടച്ച് രസീത് കൈപ്പറ്റണമെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അറിയിക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 10,900 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,000 രൂപ, കൊപ്ര കൊച്ചി 6,780 രൂപ, കൊപ്ര കോഴിക്കോട് 7,200 രൂപ, കൊപ്ര തൃശൂർ 6,850 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,100 രൂപ, ചുക്ക് മീഡിയം 19,000 രൂപ, ചുക്ക് ബസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,200 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,250 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,000 രൂപ, കോപ്ര 6,780 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,100 രൂപ, ചുക്ക് മീഡിയം 19,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,500 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 380-നും 400-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-നും 850-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,200 രൂപ, ഒട്ടുപാൽ 7,100 രൂപ, ലാറ്റക്സ് 8,000 രൂപ. ഇനി കമ്പോള അവലോകനം. കേരളത്തിലെ പ്രമുഖ വിപണികൾ എല്ലാം കുരുമുളകിന് ആവശ്യക്കാർ എത്തിയതോടെ ഉൽപ്പന്ന വില 400 രൂപ വർദ്ധിച്ച് 69,100 രൂപയായി ഉയർന്നു. ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. കുരുമുളക് കയറ്റുമതിക്കാർ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചില്ല. റബ്ബർ ഉൽപാദനം ചുരുങ്ങിയതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റിന്റെ ലഭ്യത മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പകുതിയായി കുറഞ്ഞു. വരവ് ചുരുങ്ങിയിട്ടും വില ഉയർത്താൻ ടയർ കമ്പനികളും ചെറുകിട വ്യവസായികളും താൽപര്യം കാണിച്ചിട്ടില്ല.
മലബാർ മേഖലയിൽ കൊപ്രയുടെ ലഭ്യത ഉയർന്നതോടെ മില്ലുകാർ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കിറക്കാൻ തിടുക്കപ്പെട്ടു. വിൽപ്പന സമ്മർദ്ദം എണ്ണ കൊപ്ര വിലകളെ ബാധിച്ചു. അതേസമയം കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,000 രൂപയിൽ സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.1, 25. കൊച്ചി 30.8, 24.6. ആലപ്പുഴ 30, 24. പുനലൂർ 31.3, 22.2. തിരുവനന്തപുരം 28.8, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.